بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين والحمد لله رب العالمين. അപ്പം വയ്യാക്ക നീ എന്നെ തന്നെ സൂക്ഷിക്കണം. വാൻ തളുന്ന ബിൽ മുഅ്മിനി ഒരു മുഅ്മിനായ മനുഷ്യനെ കൊണ്ട് നീ ഭാവിക്കരുത് സൂഅൻ ഒരു സൂഇനെ നീ ഭാവിക്കരുത്. സൂഇനെ ഭാവിച്ചാൽ ഇന്നഹു ആ സൂഇനെ ഭാവിക്കൽ മൻശഉൽ അദാവ അത് അദാവത്തിന് ശത്രുതയുടെ ഉത്ഭവം അവിടുന്ന് വരിക. ഒരാളെ പറ്റി മോശം ചിന്തിക്കുക. വലാ യഹില്ലു ദാലിക അത് ഹലാലും അല്ല, അത് അനുവദനീയവുമല്ല. ലിഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു തആല അലൈഹി വസല്ലം ളുന്നു ബിൽ മുഅ്മിനീന ഖൈറ മുഅ്മിനീങ്ങളെ കൊണ്ട് നല്ലത് ഭാവിക്കും. ഇന്നമാ യൻസഉ ദാലിക അതിങ്ങനെ ഉണ്ടാകുന്നത് മിൻ ഖബസിൻ നിയ്യ മിൻ ഖബസിൻ നിയ്യത്തി നിയ്യത്തിന്റെ വൃത്തികേട് കരുത്തിന്റെ വൃത്തികേട് കൊണ്ടാണ്. വസൂഇ ശരീരത്തി മോശമായ ചര്യയും മനുഷ്യന്മാരായാലും നല്ല കോലത്തിലും നല്ല നീയത്തിലും നല്ല ഭാവത്തിലും നല്ല സ്വഭാവത്തിലൊക്കെ നടക്കണം. അല്ലെങ്കിൽ പിന്നെ ഇതേ വരുന്നുള്ളൂ. വൽ അർളു ത്വയ്യിബു യുംബിത്തു നബാതൻ ഹസന നല്ലത് നല്ലതിനെ മുളപ്പിക്കുകയുള്ളൂ. ഒരു അദാവത്തിന് കാരണം ഇന്നമാ യൻസഉ ദാലിക മിൻ ഖുബസിൻ നിയ്യ മോശമായ കരുത്ത് വസൂഇ ശരീര മോശമായ സ്വഭാവങ്ങളും പ്രവർത്തനങ്ങളും. കമാ ഖാല അബു ത്വയ്യിബ് ശൈറൻ ഇദാ സാഅ ഫീലുൽ മർഇ സാഅതു ദുനൂനുഹു ഇദാ സാഅ ഫീലുൽ മർഇ ഒരു മനുഷ്യന്റെ പ്രവർത്തനം മോശമായാൽ സാഅതു ദുനൂനുഹു അവന്റെ ഭാവനകളും മോശമാകും. മനസ്സിലായില്ലേ? മനുഷ്യന്റെ പ്രവർത്തനം മോശമായാൽ അപ്പൊ നല്ല പ്രവർത്തനമാണെങ്കിൽ നല്ലത്. അവൻ നമ്മൾ നല്ല ഭാവന ഭാവിക്കണമെന്ന് മഹാനായ ഈസാ നബി അലൈഹി സ്വലാമും അനുയായികളിങ്ങനെ പോകുമ്പോൾ ഒരു പട്ടിയെ തിറക്കും. അപ്പൊ ആൾക്കാരിങ്ങനെ എന്തൊരു നാറ്റം, എന്തൊരു വാടക, എന്തൊരു കോലം. അവൻ നല്ല പല്ലെന്ന് പറഞ്ഞിട്ട് പട്ടിയുടെ ഈസാ നബി അലൈഹി സ്വലാം ആ പല്ലിന് വെളുപ്പം നല്ല അടിപൊളി വെളുപ്പം. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന അതാണ്, നമ്മൾ മോശമായതുകൊണ്ട് നമ്മളെ കണ്ണ് ആദ്യം എന്തിലേക്ക് ചെന്ന് പതിക്കത്തുള്ളൂ, മോശമായതിൽ പതിക്കുള്ളൂ. അപ്പൊ നമ്മൾ കുറ്റം പറയാൻ അയാളിലുള്ള ഒരു നല്ല പ്രവർത്തനം നമ്മൾ കണ്ടെത്തിയിട്ട് അയാൾ അത് അതിനെപ്പറ്റി എനിക്കൊന്നും പറയണ്ടാ. അതല്ലേ അത് നാടെ പല്ല് നോക്കൂല, എന്താ വെളുപ്പം അടിപൊളി പല്ല്. അപ്പൊ അതാണ് ഈസാ നബി അലൈഹി സ്വലാമിന്റെ പരിശുദ്ധത അറിയുന്നത് നമ്മൾ. ഈസാ നബി അലൈഹി സ്വലാമിന്റെ കൽബ് ശുദ്ധിയായതുകൊണ്ട് അതിലേക്ക് മാത്രം നോക്കി, മറ്റേലേക്ക് നോക്കില്ല. അപ്പൊ കൽബ് ചീത്തയായവൻ ആദ്യം ചീത്തയിലേക്കേ നോക്കുകയുള്ളൂ. ഒരാളുടെ നെഗറ്റീവിലേക്ക് അവർ നോക്കുകയില്ല, പോസിറ്റീവിലേക്ക് നോക്കുകയില്ല. പോസിറ്റീവിലേക്ക് നോക്കിയാൽ മനസ്സിലാക്കിക്കൊള്ളണം അവന്റെ കൽബ് ശുദ്ധിയാണ്. ഒരാളുടെ നെഗറ്റീവിലേക്ക് നോക്കിയാൽ മനസ്സിലാക്കിക്കൊള്ളണം ഇവന്റെ കൽബ് ശുദ്ധിയാണ്. ഈച്ചയുടെ സ്വഭാവം നല്ലയിടത്ത് വന്നിരിക്കത്തില്ലത്, മുറിവിലേ ഇരിക്കും. അങ്ങനെ ആകാൻ പാടില്ല. മുന്തിരി പഴുത്തേ
അങ്ങനല്ല, നമ്മുടെ ശരീരത്തെ ഒരിടത്ത് മുറിഞ്ഞു, അതാ പഴുപ്പിലേ വന്നിരിക്കത്തുള്ളൂ, മറ്റടുത്ത് പോയിരിക്കത്തില്ല. അതാ കാക്കയ്ക്ക് ഒരപ്പവും ഒരു മുള്ളും എടുത്തിട്ട് വെക്കും. ആദ്യം മുള്ളേ എടുക്കത്തുള്ളൂ, പിന്നെ അപ്പം എടുക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെ ആവാൻ പാടില്ല. നമ്മൾ എപ്പോഴും നമ്മൾ പോസിറ്റീവ് ഒരാൾ കണ്ടെത്താൻ നോക്കണം. അയാൾ നെഗറ്റീവ് നമ്മൾ കണ്ടെത്തി പാടുകയല്ല. അയാൾ ഇന്ന ഗുണങ്ങൾ. അതല്ല എന്നോട് എത്രയോ പള്ളി പ്രസിഡന്റ്, മറ്റേ പ്രസിഡന്റ് എന്തെല്ലാം പറയുന്നു. ഞാൻ പറയാം അയാൾ ഇന്നൊക്കെ ചെയ്തു, അതിന് പെയ്യാക്കെന്ന് പറയുന്നു. അത് കാണത്തില്ല. ഈ നെഗറ്റീവ് മാത്രം എടുത്തുകൊണ്ട് ആ നെഗറ്റീവ് മേൽ പിടിച്ചു തൂങ്ങി വിഷയം. എന്നാൽ അയാൾ ഇത്ര പോസിറ്റീവ് ഉണ്ട്, അതൊന്നും കാണില്ല, അതൊക്കെ മറന്നു. അത് 1000 നന്മകൾ ചെയ്താലും ഒരു തിന്മ വന്നാൽ അതേ ഫ്രണ്ടിലായിട്ട് എടുത്തു. കുന്നോളം നന്മ ചെയ്തു, കടുകോളം തിന്മ ചെയ്താലും ഏതേ കാണത്തുള്ളൂ? ആ തിന്മയെ കാണത്തുള്ളൂ മനുഷ്യന്മാർ. കുന്നോളം നന്മ ചെയ്തിട്ടുണ്ടാവും അയാൾ. പക്ഷെ അയാളിന് ചെറിയൊരു വീക്ക്നെസ് വന്നപ്പോൾ അതെടുത്തു. അതിന്റെ കാരണം മനുഷ്യന്മാരുടെ കൽബ് ശുദ്ധിയല്ല. പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ഒരു മനുഷ്യനെ പറ്റി പറയാൻ ആളിച്ച് പോരും. എന്നെ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞു. അവൻ ഞാൻ വരത്തില്ല, എന്നെ വിളിച്ചില്ല. അവനെങ്ങാണ്ട് ഒരു വട്ടം പറഞ്ഞു നിൽക്കാവുന്ന വിദ്യാഭ്യാസം. ഏതായാലും വസിദ്ഖുമായ ഇഅ്താദുഹു മിൻ തവഹുമിൻ. അപ്പൊ എന്താണ്? ഇദാ സാഅ ഫിഅലുൽ മർഇ സാഅതു ളുനൂനുഹു വസദ്ദഖ മാ ഇഅ്താദുഹു മിൻ തവഹുമിൻ. ഈ ഊഹാഭോഗങ്ങളാൽ അവൻ പതിവാക്കി വന്നതിനെ വാസ്തവമാക്കിയിട്ട് വആദ മുഹിബ്ബിഹി ബിഖൗലി അഅദാഇഹി വസ്ബഹ ഫീ ലൈലിൻ മിനശ്ശക്കി മുദ്ലിമീൻ. പാട്ടായിരിക്കണം അതിന്റെ കേട്ടോ. വസദ്ദഖ മാ ഇഅ്താദുഹു, അവൻ പതിവാക്കിയതിന് അവൻ വാസ്തവമാണ്. എന്തിനാൽ മിൻ തവഹുമിൻ, അവൻ ചില ഊഹാഭോഗങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി വെച്ചേക്കുന്നു, അതെങ്ങനെ പതിവാക്കും? എന്നിട്ട് വാദ അവൻ ശത്രുത വെക്കും, മുഹിബ്ബി അവന്റെ മുഹിബ്ബിനോട് ശത്രു വെക്കും, ബി ഖൗലി അഅദാഇഹി അവന്റെ ശത്രുക്കൾ പറഞ്ഞു കൊടുത്തതായിരിക്കണം ഇത്. വാസ്ബഹ അവൻ ആവുകയും ചെയ്യും ഫീ ലൈലിൻ മുദ്ലിമിൻ, ആ കൂരിരുട്ടിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും, ഏടോടോടോടാ അവൻ ഇങ്ങനെ ചെയ്തോ, ഇങ്ങനെ ചെയ്ത് കാണുമോ? അതാ മിനശ്ശക്ക് സംശയത്തിനാൽ. ഞാൻ ബാലിന് പാട്ടോടി കൊടുത്തു. തനഹാനിൽ ഖബീഹി വലാ തരിദുഹു വമൻ ഔലൈതഹു ഹസ്നൻ ഫസിദുഹു സതുക്ഫാ മിൻ അദുവിക കുല്ല കൈദി ഇദാ കാദൽ അദുവ ഫലാ തകിദുഹു. തനഹാനിൽ ഖബീഹ്, മോശത്തിനെ തൊട്ടൊക്കെ മാറി നിൽക്കും. വലാ തരിദുഹു, അതിലേക്ക് നീ ചെല്ലല്ല. കണ്ട, വമൻ ഒരാൾ ഔലൈതഹു അവന് നൽകി, ഹുസ്ന നൽകിയെങ്കിൽ ഫസിദുഹു, വമൻ ഒരാൾ ഔലൈത അവൻ നൽകി, വമൻ നീ അവന് നൽകി, അവന് ഹുസ്ന നൽകിയിട്ടുണ്ടെങ്കിൽ ഫസിദുഹു, പിന്നെയും കൂട്ടിക്കൊടുക്കും. അങ്ങനെ വന്നാൽ സതുക്ഫ നിനക്ക് മതിയാക്കപ്പെടും മിൻ അദുവിക കുല്ല കൈദി, നിന്റെ ശത്രുവിൽ നിന്നും എല്ലാ ശത്രുതയും നിനക്ക് തടുക്കപ്പെടും. ഇദാകാദൽ അദുവു ഫലാ തകിദുഹു, ശത്രു എന്തെങ്കിലും നിന്നോട് കാട്ടിക്കൂട്ടിയാൽ ചതിച്ചാൽ നീ അവനെ ചതിക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ശത്രുവിനെ പരാജയപ്പെടുത്തും. അതാ പറഞ്ഞതിന്റെ പാട്ടൊക്കെ പാടിക്കോളി, പാട്ട് തന്നെ ആയിരിക്കും. തനഹാനിൽ ഖബീഹി വലാ തരിദുഹു വമൻ ഔലൈതഹു ഹുസ്നൻ ഫസിദുഹു ഫതുക്ഫാ മിൻ അദുവിക കുല്ല കൈദി
إذا كان العدو إذا كاد العدو فلا تكده وأنشدت للشيخ العميد أبي الفتح البستي رحمه الله പേരൊക്കെ നിങ്ങൾ വായിച്ചോളൂ, ഞാനങ്ങ് വായിച്ചെന്നുള്ളൂ. ദുൽഅഖ്ലി ലാ യസ്ലമു മിൻ ജാഹിലിൻ യസൂമുഹു. ഒരു ബുദ്ധിമാനായ നല്ല ആലിമീങ്ങൾ, നല്ല മനുഷ്യന്മാരും അവൻ രക്ഷപ്പെട്ടു പോവുകയില്ല. മിൻ ജാഹിലി, അജ്ഞന്മാരായ കുറെ ആൾക്കാർ കാണും. അവൻ യസൂമുഹു, ഇവനോട് ഭയങ്കര ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞ് കുഴപ്പമുണ്ടാക്കുകയാണ്. എന്താ ദുൽമൻ? അക്രമാണ്, അക്രമത്തിന് വേണ്ടി അല്ലാതെ തന്നെ. ദുൽമൻ വൈ ഇനാത്തൻ, ഇനാത്തും അതിന്റെ മാനയൊക്കെ തന്നെ. ദുൽമിന് വേണ്ടിയും വൈ ഇനാത്തൻ, അവനെ കൊടുക്കാൻ വേണ്ടിയിട്ട്. കൊടുക്കാൻ പറഞ്ഞാൽ അയനത്തഹു എന്ന് പറയും. ഔഖഅഹു ഫീമാ ലാ യസ്തതിഉൽ ഖുറൂജ മിൻ, അതാ കൊടുക്കുക. ഫൽ യഖ്തരിസ് സിൽമ, അതുകൊണ്ട് നീ തെരഞ്ഞെടുക്കുന്ന സിൽമ, സുൽഹിനെ നീ തെരഞ്ഞെടുത്തു. അല ഹർബിഹി, അവന്റെ ശത്രുതയുടെ മേൽ. വൽ യൽസം അൽ ഇൻസാത്ത, നീ ഇൻസാത്തിനെ, മിണ്ടായ്മയെ നീ ലാസിമാക്കിക്കോ. ഇൻസാത്ത, അങ്ങനെ ഇൻസാത്ത, ആ അക്രമി മിണ്ടായിരിക്കാൻ നീ മിണ്ടായിരുന്നു. ഇനി അവൻ മിണ്ടാതിരിക്കുകയാണെങ്കിൽ നീ മിണ്ടാതിരുന്നു. അവനെ കുഴപ്പം കാണിക്കുകയാണെങ്കിലോ അവനോട് സുല്ല് ചെയ്തോ. അതാണ് പറഞ്ഞതിന്റെ അർത്ഥം.